ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇൻട്രോഡ്യൂസിങ്ങിന്റെ ഒരു റീലിന്റെ ഒരു ട്യൂട്ടോറിയൽ. അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിന്റെ നമ്മുടെ ഈ ഓരോ ഇഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു റീലാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് മേക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പറഞ്ഞ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ ട്യൂട്ടോറിയലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കാരണം ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ട് ട്യൂട്ടോറിയൽസ് നമ്മൾ കൂടുതലായി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കുറേ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടുള്ള ഒരു വീഡിയോ ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നത് CapCut ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു CapCut ആപ്ലിക്കേഷനിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഈ ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ബേസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ആദ്യം പറഞ്ഞു തരാം. അപ്പോൾ ഞാനിവിടെ ഗാലറി എടുത്തിട്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എഡിറ്റ് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലിപ്സിൽ ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ ആ ഒരു ഒറിജിനൽ ആയിട്ടുള്ള വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 പേരുടെ ഫേവറേറ്റ്സ് കാര്യങ്ങളൊക്കെ ഒറ്റ വീഡിയോയിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നതിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരാളുടെ ഇമേജ് ഒന്ന് മേലെയും ഒരാളുടെ ഇമേജ് അടിയിലായിട്ട് അങ്ങനെ കൊടുത്തിട്ട് പിന്നെ അതിലിങ്ങനെ ഓരോ ഇമേജ് ഇങ്ങനെ ഓരോ ഫേവറേറ്റ്സ് ഇങ്ങനെ അതിലിങ്ങനെ അവരുടെ ഫോട്ടോ വെച്ചിട്ട് തന്നെ വരികയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ട്യൂട്ടോറിയലായിട്ട് കാണിച്ചു തരുന്നത് ഇതേ സെയിം മെത്തേഡാണ്. 2 പേരുടെ ഫേവറേറ്റ്സ് ഒറ്റ വീഡിയോയിലായിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് മാത്രം വെച്ചിട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഓരോ ഇമേജ് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ ഈ കൊളാഷ് രൂപത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്നു വേണ്ട. അപ്പോൾ 2 പേരുടെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കൊളാഷ് രൂപത്തിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ഒരു മെത്തേഡാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. മറ്റേത് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോന്റെ നമ്മൾ ആഡ് ചെയ്യുന്ന മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് അതിലേക്ക് ഇങ്ങനെ ഡ്യൂറേഷൻ അനുസരിച്ച് നിങ്ങൾ ഓരോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വലിയ റിസ്ക് ഇല്ല അതിന്. അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. കുറച്ച് റിസ്ക് ഉണ്ട് ചെയ്യാൻ. റിസ്ക് മീൻസ് ഒരു ഐഡിയ കിട്ടിയാലുള്ള നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാന്നുള്ള ഇതിന്റെ ഒരു മെത്തേഡ് ഇവിടെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് ആ ഒരു 2 പേരുടെ ഫോട്ടോ, പിന്നെ അതിന്റെ മേലെ 2 കാണുന്ന സൈഡിൽ നിങ്ങൾക്ക് ലെറ്റ്സ് ഡു ദിസ് ട്രെൻഡ് എന്ന് എഴുതിയിട്ടും പിന്നെ അടിയിൽ വൈ നോട്ട് എന്ന് എഴുതിയിട്ടുള്ളൂ. അങ്ങനെ ബ്ലാക്ക് ഇമേജ് 2 എഴുത്താണ് ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടുള്ള കളർ, ഇഷ്ടപ്പെട്ടുള്ള പെറ്റ്, പിന്നെ ഇഷ്ടപ്പെട്ടുള്ള സോങ്, ഇഷ്ടപ്പെട്ട ഫുഡ്, പിന്നെ ഇഷ്ടപ്പെട്ടുള്ള മൂവി, അങ്ങനെ ഓരോ ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ അല്ലാത്ത നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഈ ഒരു 4 ഇമേജസിൽ എങ്ങനെ ഇത് സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞുതരാം. ഒന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റോട്ട് ആപ്ലിക്കേഷനിൽ ഇത് ഈസിയായി ക്രിയേറ്റ് ചെയ്യാനുള്ളൂ. പക്ഷേ ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോണ്ട് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ തന്നെ നമുക്ക് കാണാൻ ഒരു കൊളാഷിൻ്റെ ഒരു ഓപ്ഷൻ അത് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ഈ വൈ നോട്ട് എന്നൊക്കെ എഴുതിയുള്ള ഇതേ ഒരു ഫോൺസിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടൈപ്പിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഒറ്റൊരു ഇമേജിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അതേ മെത്തേഡിൽ നിങ്ങൾ ബാക്കി നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. നേരെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ താഴായിട്ട് ലേ ഔട്ട് എന്നൊരു ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 1, 2, 3, 4 ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഇമേജസ് കാര്യങ്ങളൊക്കെ അത് ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഇമേജിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എൻ്റെ ഒരു ഇമേജ് തന്നെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ആഡ് ചെയ്യേണ്ടത് ഒരു ബ്ലാക്ക് ഇമേജ് ആണ്. ആ ഒരു ബ്ലാക്ക് ഇമേജ് ജസ്റ്റ് നിങ്ങളൊന്ന് ഫോട്ടോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി. പിന്നെ അടുത്ത ഇമേജ് വരുന്നത് ഒരു ബ്ലാക്ക് ഇമേജ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഫോട്ടോ എടുത്താൽ മതി. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ബ്ലാക്ക് ഞാൻ അപ്പോൾ ജസ്റ്റ് ക്യാമറ ഇങ്ങനെ മറച്ച് വെച്ചുകൊണ്ടാണ് ബ്ലാക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്ലാക്ക് ഇമേജ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ആദ്യം ആഡ് ചെയ്ത ഫോട്ടോക്ക് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്തേക്ക് നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഫോട്ടോ തന്നെ അതിലേക്ക് പിന്നെ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നാമത്തെ നിങ്ങളുടെ ഫോട്ടോ, രണ്ടാമത്തെ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഫോട്ടോ, അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ താഴത്തെ ടിക്ക് മാർക്ക് കൊടുക്കുക. പിന്നെ മേലത്തെ ഒരു ടെക്സ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് എഴുതേണ്ട ഒരു കാര്യങ്ങൾ നിങ്ങൾ അതിലേക്ക് എഴുതി കൊടുത്താൽ മതി. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ആ ഒരു വീഡിയോ തന്നെ പോലെ തന്നെയാണ് ഞാനിവിടെ എഴുതുന്നത്. അപ്പോൾ അതിൽ മേലത്തേൽ നമുക്ക് വരുന്നത് ലെറ്റ്സ് ഡു ദിസ് ട്രെൻഡ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഞാനിവിടെ ലെറ്റ്സ് ഡു ദിസ് ട്രെൻഡ് എന്ന് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു ഇമോജിയും കൂടി കൊടുക്കുക. എന്നിട്ട് അത് കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ മെത്തേഡിൽ വീണ്ടും ടെക്സ്റ്റ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിലായിട്ട് വൈ നോട്ട് എന്ന് എഴുതി കൊടുക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചിഹ്നം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഇമോജി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലത്തെ സ്റ്റോറീസിൽ ലേഔട്ട് ഉപയോഗിച്ചിട്ട് നമ്മളിത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ആ ഒരു ഇമേജ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നേരെ മേലത്തെ 3 ഡോട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നേരെ ഗാലറിക്ക് സേവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇമേജ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇനി നിങ്ങളുടെ ഫേവറേറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഫേവറേറ്റ്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേ ചെയ്ത പോലെ തന്നെ മേലത്തെ ബോക്സിക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു ഫോട്ടോ തന്നെ ആഡ് ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞിട്ട്
നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ഒരു പെറ്റാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു പെറ്റിന്റെ ഫോട്ടോ അവിടെ ഈ സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അടുത്തത് നമ്മളെ ഫ്രണ്ടിന്റെ ഫോട്ടോ അങ്ങനെ ആഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഇഷ്ടപ്പെട്ടുള്ള ഒരു പെറ്റിന്റെ ഫോട്ടോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ താഴത്തെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് മേലത്തെ ഓപ്ഷൻസിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഇഷ്ടപ്പെട്ടുള്ള പെറ്റ് കാര്യങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഫേവറേറ്റ് പെറ്റ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ സിനിമയാണെങ്കിൽ ഫേവറേറ്റ് മൂവി, അങ്ങനെ ഇതേമാതിരി നിങ്ങൾ കറക്റ്റ് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലത്തെ സ്റ്റോറീസിൽ ലേഔട്ട് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ മൊത്തം ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഇത് ചെയ്യേണ്ടെന്നുള്ള മെത്തേഡ് ഇപ്പോൾ ഇവിടെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാനിത് എല്ലാ ഇമേജസും കറക്റ്റ് ഓർഡറിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടുള്ള കളർ, അങ്ങനെ ഇഷ്ടപ്പെട്ടുള്ള സിനിമ, അങ്ങനെ എല്ലാതും കറക്റ്റ് ഓർഡറിൽ ഇമേജസ് 4 ആക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഇമേജ് ചെയ്ത് അങ്ങനെ ഓരോന്ന് ഞാൻ ഇഷ്ടപ്പെട്ട കളർ, പെറ്റ്, സിനിമ, ഫുഡ് അങ്ങനെ കറക്റ്റ് അല്ലാതെ തന്നെ കറക്റ്റ് പക്കായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ അടുത്ത ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ അത് CapCut ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇനി CapCut നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷോട്ട് VN ഏത് എഡിറ്റേഷൻ ആപ്ലിക്കേഷൻ നമുക്ക് ഈസിയായി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ CapCut ആപ്ലിക്കേഷൻ ഇതായി ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലത്തെ ന്യൂ പ്രൊജക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളതിൽ കറക്റ്റ് ഓർഡർ ഒന്നുമില്ല. ആദ്യം എന്തായാലും നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഫസ്റ്റത്തെ ആ ഒരു ടെക്സ്റ്റ് നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ള ടെക്സ്റ്റിൻ്റെ അത് നിങ്ങൾ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇമേജ് ഇത് ആഡ് ചെയ്തിട്ട് പിന്നെ ബാക്കി ഓർഡർ ഒന്നുമില്ല, ജസ്റ്റ് കറക്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് തന്നെ പിന്നെ ആഡ് ചെയ്യരുത്, കറക്റ്റ് ഓർഡറിലായിട്ട് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഇതാ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ ആഡ് ഓഡിയോ സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ട ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മുടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ക്ലിപ്സുകളുടെ ഒക്കെ ഡ്യൂറേഷൻസ് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഫേവറേറ്റ്സിന്റെ കാര്യങ്ങളാണ് നിങ്ങൾ എഴുതുന്നത് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഇതിലേക്ക് നിങ്ങളുടെ ഓരോ ഫസ്റ്റ് നിങ്ങളുടെ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ്സ് ഇങ്ങനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇവിടെ 4 ആക്കിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ആ ഒരു സിംഗിൾ ആയിട്ട് ചെയ്യുന്ന ഒരു ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ അപ്പ് ചെയ്യുക. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത് മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ച് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇമേജിന്റെ ഡ്യൂറേഷൻ പറയുന്നത് കറക്റ്റ് 1.9 സെക്കൻഡ് നിങ്ങൾ ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ ക്ലിപ്സിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 1.2 സെക്കൻഡ് ആക്കി കൊടുക്കുക. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാനിതാ എല്ലാ ക്ലിപ്സിൻ്റെ ഡ്യൂറേഷൻ ഇവിടെ 1.2 സെക്കൻഡ് ഇവിടെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കേൾക്കുക ആ ഒരു മ്യൂസിക്കിൻ്റെ ബീറ്റ് എവിടെയൊക്കെ വരുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു മ്യൂസിക് കേട്ടൊന്ന് ബീറ്റ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാതും ഇവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ മ്യൂസിക്കിലാണ് കുറച്ചും കൂടി ബാക്കി പോർഷൻ. അപ്പോൾ ഞാൻ അതിൽ ഒന്ന് ഗ്യാപ്പ് വിട്ടതാണ്, ഒരു ഇമേജ് വിട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഭാഗം കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ്സ് കൂട്ടി എഴുതാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് അവിടെ വെച്ചിട്ട് ആ മ്യൂസിക് ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ബാക്കിയുള്ള പോർഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവിടെ കാണാം ഓരോ ക്ലിപ്സിൻ്റെ എടുത്തിട്ട് വൈറ്റ് ബോക്സ്. ആ വൈറ്റ് ബോക്സ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് അവിടെ ബ്ലർ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് അവിടെ കാണാം ബ്ലർ എന്നൊരു ഓപ്ഷൻ. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു താഴത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ 0.2 ആക്കിയിട്ട് സൈഡിൽ ഒരു അപ്ലൈറ്റ് വാൾ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബ്ലറിന്റെ ഒരു എഫക്റ്റും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കൽ കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഈസിയായി നമുക്ക് ഈ ഒരു വീഡിയോ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിന്ന് വിചാരിക്കും. അപ്പോൾ ചെറിയൊരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇവിടെ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ടേക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി ട്യൂട്ടോറിയൽ ആയിട്ട് വീഡിയോ കാണാം. ഓക്കെ ബൈ.